ഇവിടെയൊക്കെ കണ്ടോ നോക്കിയോക്ക് എന്താ ഈ പെരിച്ചാഴി മാന്തിട്ടേ ഇന്നലെ അല്ല ബൈപ്പാസാണ് ഇത് ബൈപ്പാസാണ്. ഇന്നലെ എന്റെ കാല് ഇതിന്റെ ഇടയിൽ പെട്ടിട്ടേ ഞാൻ വിചാരിച്ചു കാല് ഇങ്ങനെ മടന്തി പോയി എന്ന് വിചാരിച്ചുട്ടാ. പക്ഷെ മടന്തിയില്ല. ഇതാണ്ടോ ഇതൊക്കെ നമുക്ക് ഉള്ളിൽ കയറ്റാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ചാത്തപ്പല്ലേ 4 രൂപയ്ക്ക് കൂട്ടുകേറി നോക്കിക്ക്. അവന്റെ ഒരു ഉത്തരവാദിത്തം അവന്റെ പണി മാറ്റി അവനെ വേണ്ടതാ ഇനോട് കയറി സുഖമായിട്ട് കിടക്കാല്ലേ. ഇതൊക്കെ ഫുള്ളും ഇനി ഉള്ളിക്ക് കയറ്റാനുള്ള സാധനങ്ങളാണ് കേട്ടോ അല്ലേ. ഒരു പരപ്പുണ്ട്. നമ്മൾ ഇന്ന് തുണികളൊക്കെ മടക്കി ഒതുക്കി ഓരോടത്ത് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുതിയ വീട്ടിലേക്ക് പോയിട്ടോ. പുതിയ വീടിൻ്റെ അവിടെ എന്താ ഇന്നലെ അനിയേട്ടൻ ഒരു ചെറിയൊരു അത് ഇങ്ങനെ ഇട്ട് എന്തിനാ പിന്നെ പറ്റിയ എന്തിനു ടാർപ്പായിരിക്കണോ എന്താ അവിടെ അത് ഇളക്കാനാ പറയണ. അങ്ങനെ എന്ത് എന്താ ഇവിടെ ഇവിടെ ഒന്നുമില്ലല്ലോ. എന്താ ഇവിടെ എന്താ പറയണ ദൈവേ മനസ്സിലാവണില്ലല്ലോ ഭാഷ. അങ്ങനെ അങ്ങനെ എന്നിട്ട് എന്തിനാ എന്തിനെന്നിട്ട് ഞാൻ വന്ന് നിക്കണണ്ടപ്പല്ലേട്ടാ പപ്പൂന് ഒന്നും കൂടി ചോറിനാ ഉഷാറായി. ഓ ഊണ് കഴിക്കണുള്ളൂ. ഓ ഒരു കുട്ടി ഊണ് കഴിക്കണുള്ളൂ. എന്താ വൈകി ഇതെന്തോ ഇവിടെ എന്താ ഇവിടെ ഒരു എന്താ പച്ച സാധനല്ലേ. എന്താണ് എന്താ നേരം വൈകി ഉറങ്ങി എണീറ്റപ്പോ കഴിക്കായിരിക്കില്ലേ. കഴിഞ്ഞു ചോറ്. എന്താ അവന് ഇന്നലെ വെച്ച മീൻകറി കൂട്ടിയിട്ട് അവൻ ചോറിനില്ല കേട്ടാ. അവൻ ഇന്ന് വെച്ചത് ഇന്നപ്പോൾ ഞാൻ എന്ത് കെട്ടിയെന്നറിയോ. ഇന്ന് വെള്ളപ്പയറാ കറി വെച്ച്. വെള്ളപ്പയറും ഒരു മീൻ കഷ്ണമൊക്കെ ഇട്ട് കുഴച്ച് കൊടുത്ത്. കണ്ട ചാത്തപ്പം കയറിയിരിക്കും നോക്കിക്ക്. അവൻ അതല്ല രസം നോക്ക്. വാഴത്തൈകൾ ഉണ്ടാവണുണ്ടോ മകനെ ഇല്ലെങ്കിൽ ഞാൻ പിടിക്കും. അടച്ചോ വേണമെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. ക്ഷീണിച്ച് കയറിയിരിക്കും. ക്ഷീണിച്ച് കയറി. അയ്യ ആസംകുട്ടിയാണാ ഇത് അടിപൊളിയായില്ലേ ബ്ലാക്ക് വന്നപ്പോ. ബ്ലാക്ക് ഉള്ളിലടിച്ചോ. അയ്യ് ഇപ്പൊ എല്ലാരും ഇല്ലേ എന്താ പോകുമ്പോ ഒന്ന് നോക്കണ്ട്. കല്യാണ വീട് പോലെ കല്യാണ വീട് പോലെ അയല്ലോ ദൈവം. കമ്പി അടിക്കാനുള്ള ഇതില്ലേ. കല്യാണത്തിന് കൂടി ഇങ്ങനെയൊന്നും ചെയ്തില്ലോ ഉണ്ടല്ലേ അസോട്ടി. കല്യാണത്തിന് കൂടി അന്ന് ഇങ്ങനെയൊന്നും ചെയ്തില്ലോ കൊണ്ട് പറയാ. വാതില് നോക്കിയേക്ക്. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടായത് വാതില്. ഏട്ടാ ഇപ്പഴാണ് ഏട്ടാ നിങ്ങൾ പണിയെടുത്തതിന്റെ ഒന്നും കൂടി അറിയില്ല. കണ്ട അടക്കണ്ട വാതിൽ അടക്കണ്ട ഉണങ്ങിയിട്ടില്ല അതിൽ ഒട്ടും. ലേസകുട്ടിയാണാ അടിപൊളി അടിപൊളി അടിപൊളി. എന്താണ്ടി എന്താണ്ടി ഒന്നുമില്ല എന്താണ്ടി അല്ലേ. അവളുടെ ഡ്രസ്സ് നോക്കിയൊക്കെ വലിച്ചിട്ടാ വരുന്നത് നടക്കുന്നത് കണ്ടോ. വല്ലാത്തൊരു മോഡലും ഇത് അടി അത് ചളിയായിട്ട് നടക്കണടി. ഇതാ ഒരു കളറില്ലേ. ഇപ്പൊ നോക്കി കാണാൻ തുടങ്ങിട്ടോ. തറയിട്ടോ ഇതാ അതന്നെ ഇവിടെയൊക്കെയാണ്. ഇതാ ഇവിടുന്ന് ഇതുവരെ ബോർഡർ ഇങ്ങോട്ട് വന്നാലാണ് ഭംഗിയുള്ളേ. ബോർഡർ ഇങ്ങോട്ട് വന്നാലോ ഭംഗിയുള്ളൂ അറിയാം. എന്തോ അവിടെ ബോർഡർ കാണുന്നപ്പോ നല്ല ഭംഗിയാടാ. അത് വീഡിയോയില് കാണാൻ എന്താന്നറിയോ. ശരിക്കും ഇവിടെയൊക്കെയാണ് അടിക്കേണ്ടതാണ്. അതെ ഇന്ന കളറൊന്നുമില്ല. നമുക്ക് വെറൈറ്റി പിടിച്ചാ മതി അല്ലേ. ലാസ്റ്റ് ഒക്കെ പാട് വെച്ചിട്ട് ഒറ്റ അടിയന്നെ അടിച്ചാ മതി. അത് കിട്ടൂലല്ലോ. വെള്ളേ വെള്ളേ ബാക്കിയുള്ളത് അല്ലേ. എല്ലാവരും പറഞ്ഞതാണ് അടുക്കളയുടെ വാതില് അടുക്കളയത്തെ വാതിലേ എന്താ കളറ് എന്താ അങ്ങനെ കളറ് എന്താണ്. കാരണം 10-12 കൊല്ലായി അടുക്കള വാതില്. ആരും പറയില്ല അതൊന്നും അല്ലേ. അടുക്കളയുടെ വാതില് നമ്മുടെ ഈ കളർ മാറിയില്ല. ഇതാ കണ്ട അതിന് പറയണത് കല്യാണ വീട് ഇല്ലേ വിനോദേ. കല്യാണ വീട് കൂടി ഇങ്ങനെ അന്ന് ആക്കിയില്ല. അതിനേക്കാട്ടിലും ടോപ്പായി എന്തായാലും.
അതിനേക്കാളും ടോപ്പായി നന്നായില്ലേ. എന്തായാലും ഈ കളർ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി. സുനിക്ക് ഈ കളർ ഇഷ്ടമായില്ല? ഇത് എന്താ ഇഷ്ടമാവണ്ടേ? താജ്മഹൽ ആക്കിയിട്ടുണ്ട്, താജ്മഹൽ. ലേട്ടാ പിന്നെ നമ്മുടെ വീട് ഇവിടെയും കൂടി അടിക്കണേ, ഇവിടുന്ന് ഇങ്ങോട്ടും കൂടി അടിച്ചു വിട്ടാലേ ഉള്ളൂ. പിന്നെ ഈ വേറെയുള്ളതൊക്കെ പാടെ കൂട്ടിയിട്ട് അടിക്കാൻ പറഞ്ഞു. ഇതൊക്കെ തുണികൾ എന്തിനാണെന്നറിയോ കിടക്കണത്? ഇതൊക്കെ കത്തിക്കാനുള്ളതാണ് കേട്ടോ. കത്തിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചീത്ത സ്വഭാവം ഉണ്ട്. എന്തെന്നറിയോ, എത്ര പഴകിയ സാധനങ്ങൾ കളയേയില്ല, അതിങ്ങനെ എടുത്തു വെച്ച് എടുത്തോ. സുകന്യ എന്നെക്കാട്ടിലും പറയാണ്. സുകന്യല്ലേ 10 കൊല്ലത്തെ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ 19 കൊല്ലത്തെ എടുത്തു വെച്ച്, അവള് 10 കൊല്ലത്തെ മുമ്പത്തെ വരെ സാധനങ്ങൾ എടുത്തേക്കണം. അപ്പം ഇത് കത്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ ഈ കോട്ടൻ്റെ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കോട്ടൻ്റെ എന്താണെന്നറിയാം, നമുക്ക് വീതിനെയൊക്കെ തുടയ്ക്കാനൊക്കെ ആവശ്യം വരുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ബനിയൻ തുണി പോലുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ്ടോ എന്താ പോളിസ്റ്ററുകൾ കളയ. പോളിസ്റ്റർ എടുത്തോ? അല്ല, കോട്ടനും ഒരു കൂട്ടർ പോളിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കത്തിക്കേണ്ടി വരില്ലേ? ഇത് ഏട്ടൻ്റെ ബനിയനും വേണ്ടല്ലോ കോട്ടൻ്റെത്. ഇതൊക്കെ ഇതാണ്ടോ ഇങ്ങനെ കീറിയലും കൂടി കളയാണ്ട് എടുത്തേക്കിട്ട് വന്നിട്ട് ഈ അനിയേട്ടൻ്റെ ഒരു സ്വഭാവം ഉണ്ട്, ഇങ്ങനെ കുത്തുമ്പുള്ളിയൊക്കെ ആയിട്ടുണ്ടാവും. കോങ്ങാടെ കാശ് ബലിയിട്ടിട്ട് പോവും ഇല്ലാത്ത പോലെ. എന്താണ് കുത്തുമ്പുള്ളിയല്ലോ, അത് എയർ വിൻഡോ ആണേ. എന്ത് കാറ്റ് കയറുള്ള അതാ കുഞ്ഞുണ്ണി അതെടുത്തിട്ട് പോണു. ഇനി എന്തിനാ അത് അവന് വേണത്തറ. ഈ ചുരിദാറില്ലേ അയച്ചിട്ടോ? അമ്മ അതിനത് ഫുള്ള് നോക്കുന്ന ചളിയിൽ കളിക്കുന്നത്. താത്ത നടക്കാൻ കുറച്ച് ദിവസമായിട്ട് കാണില്ലല്ലോ. അതെ ആ കത്തിക്കാനേ തുണികളെ. അല്ലാതെ എന്താ ഇല്ലെങ്കിൽ പിന്നെ ഹരിതകർമ്മസേനക്കാർക്ക് കൊടുക്കണം. അത് അവര് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമല്ലേ വരുള്ളൂ. തുണികൾ കൊണ്ടുവരുന്നില്ലേ? പിന്നെ 28-ാം തീയതി പുതിയ വീടിന്റെ ഫംഗ്ഷനാണ്, വരുണ്ടോ? ആയിക്കോട്ടെ എന്നല്ല, വരുണ്ടോ? ആ പിന്നെന്താ. ആരുടെ? ഇനിയിപ്പോ ഇവിടെ ഒന്നും മിറ്റടിക്കാൻ പറ്റില്ല. കണ്ട അസുഖന് കണ്ടാ വീടിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ലേ? അതാണ് വീട് തിളങ്ങണമെന്ന് പറഞ്ഞില്ല എല്ലാരും. അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കൂലേട്ടാ. ചില എങ്ങനെ പറയാ, നല്ല സ്നേഹമുള്ള ആൾക്കാരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് നിൽക്കും. അവരങ്ങനെയാണ്, അവരുടെ ഒത്തൊരുമ എങ്ങനെയാണെന്ന്. ഇതിൽ കൂടുതൽ ഇനി ഞങ്ങൾ എന്താണ് ഇനി കാണിച്ചു തരേണ്ടത് നിങ്ങൾക്ക് അല്ലേ? സുകന്യെ ചങ്ക് പറിച്ച് കാണിച്ചു തരണോ? ഇപ്പൊ പറിക്കണ്ടോ ചങ്ക്? ലേട്ടാ അല്ല, നമ്മള് എന്താ ഇപ്പോൾ നമുക്ക് പറ്റണത് നമ്മൾ ചെയ്യും. നമ്മൾക്ക് പറ്റണ കാര്യങ്ങളല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ ഇരുന്നിടം വൃത്തിയാക്കുക. എന്താ ചിലവര് പറയും എല്ലാരും വൃത്തിയാക്കിട്ട് എങ്ങനെയും അങ്ങോട്ട് കയറാൻ നോക്കുക. നമ്മൾക്ക് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് കാണാൻ വേണ്ടിട്ട് എല്ലാരും വരുമ്പോ അത് എങ്ങനെയെങ്കിലും കിടക്കണ മോശല്ലേ? അത് മാത്രല്ല, നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ അങ്ങോട്ട് മാറിയാലും ഞങ്ങൾ ഈ ഒരു വീടും നമ്മളിവിടെ വിട്ട് പോണില്ല. ഞങ്ങളുടെ വീട് തന്നെയാണിത്. അപ്പൊ പറ്റുമ്പോൾ നമ്മളെല്ലാം എപ്പോഴും വൃത്തിയാക്കല്ലേ. പിന്നെ ഇപ്പൊ ഈ കരിയും പുക ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ തടയാൻ പറ്റില്ലല്ലോ. അല്ലേ, ഇതൊന്ന് കത്തിച്ചു പാടി പെണ്ണെ. ഞങ്ങളിപ്പോ ഇത് എന്താ പെയിന്റ് അടിച്ചിട്ട് 6 മാസമായിട്ടുള്ളൂ. വീഡിയോ അതിൽ കിടക്കുന്നുണ്ട് അല്ലേ, പെയിന്റ് അടിച്ചത്. അങ്ങനെയൊക്കെ തന്നെ 6 മാസത്തിലൊക്കെ തന്നെ. പക്ഷെ വാതില് നമ്മൾ പെയിന്റ് അടിച്ചിട്ടില്ല കേട്ടോ. അത് വാതില് പെയിന്റ് അടിച്ചിട്ട് സോനിയുടെ കല്യാണത്തിന്. അതല്ല, അന്ന് ജനലൊന്നും അടിച്ചില്ല. ജനലൊക്കെ അടിച്ചത് നിങ്ങളുടെ കല്യാണത്തിന് അടിച്ചതാ. ചിലവര് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് 2 പെൺകുട്ടികളല്ലേ, നിങ്ങൾക്ക് കടല്ലേ, അതിന്റെ ഇടയിൽ നിങ്ങൾ എന്താ ഇത് ചെയ്തിട്ട് പോണത്? നമ്മളെന്തായാലും ഇരിക്കുന്നിടം വൃത്തിയാക്കാണ്ട് നമ്മൾ വേഗം
നമ്മുടെ കാലിനോട് മാത്രം വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് പോകണത് ശരിയല്ലല്ലേ. കടവും ബുദ്ധിമുട്ടും പ്രാരബ്ധവും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അത് ഒക്കെ മാറിയിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഭഗവാൻ വിചാരിക്കണം. നമ്മൾ നല്ലത് ചെയ്താലേ നമുക്ക് നല്ലത് കിട്ടും. കോട്ടന്റെ തുണികളൊന്നും കളയാൻ പാടില്ല. അതാ നിങ്ങളാണ് കൊണ്ടോക്കോൾ, അല്ലാണ്ട് എടി കോട്ടൺ തുണികൾ കാലിനോട് ചൊക്കനെ കൊണ്ടോക്കോൾ. ഇതും വേണം, ബാക്കി കൊണ്ടേക്കോ. ആ ഇതും വേണം. കോട്ടൺ തുണികളുടെ ആവശ്യം എന്താണെന്നറിയോ ഏട്ടാ നിങ്ങൾക്ക് അത് അറിയാത്തത് കൊണ്ടാ. ഇത് മഴ സമയമാകുമ്പോഴേ അത് നിൽക്ക് വേണ്ട. അത് നല്ല ചുരിദാറാണല്ലോ. എന്താ ഡേ റോട്ടിൽ കൂടെ പോകണ്ടേ, അതിന് പിടിക്കുന്നേ പൊന്നിയാ. എന്താ ചെയ്യലേ? ആ ഓക്കേട്ടാ, നല്ല തുണി നോക്ക്. കണ്ട എന്ത് തുണി സുകന്യ? ഇത് ചുരിദാറല്ലേ? ചുരിദാർ സുകന്യയുടെ കുട്ടിക്കാലത്തേണതേ. അവൾക്ക് കൊള്ളാണ്ടാണതേ. അപ്പോൾ എനിക്കിത് എന്തൊരു സന്തോഷമായി ദൈവം, എനിക്ക് എന്തൊരു. അപ്പോഴേ ഇന്നൊരു രസം കൂടി ഉണ്ടായിട്ടാ. ഇനി എന്തെന്നറിയോ, നമ്മൾ എന്താ ചില സമയത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറയുമ്പോൾ ആൾക്കാർ നെഗറ്റീവ് കമൻ്റ് ഇടുമ്പോൾ നമ്മൾ സങ്കടം വന്ന് പ്രതികരിക്കില്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ നെഗറ്റീവ് ഇടുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുക എന്തെന്ന് പറഞ്ഞു വെച്ചാൽ നല്ലത് കമൻറ്റുകൾ കാണുമ്പോൾ നമ്മൾ അംഗീകരിക്കുക. നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞോളൂ, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ സ്വഭാവമല്ല നമ്മുടെ എന്നുള്ളത് നമ്മൾ മനസ്സും കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളില്ലേ അവർ മനസ്സിൽ പറയില്ലേ പോ പുല്ലി എന്ന് പറയില്ലേ, അങ്ങനെ പറഞ്ഞിട്ട് ചിരിച്ചിട്ട് വിടാനായിട്ടാ. ഏട്ടൻ അങ്ങനെ പറയണതാണ്. പക്ഷെ എന്താ അല്ല, നമ്മളോട് പറയാണ് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെ മനസ്സിലാവും. പിന്നെ നമ്മളെ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ, അതെന്താ വെച്ചാൽ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളും അവരും അങ്ങനെ ആയതും കൊണ്ടാണ് ഒരാളെ കുറ്റം പറയുന്നത് എന്ന്. അപ്പം അതൊന്നും നിങ്ങൾ പ്രതികരിക്കാൻ പോകരുത് കേട്ടോ ചേച്ചിന്ന്. അത് ശരിയല്ലേ അല്ലേ? കാരണം എന്താണെന്നറിയോ, കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് ആരെങ്കിലും എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്നെ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ഭയങ്കര പെട്ടെന്ന് നമുക്ക് സങ്കടം വരുള്ളൂ കേട്ടോ. ഇപ്പോൾ പറഞ്ഞ് കുറേ നേരം നമുക്കത് പറഞ്ഞു തന്നപ്പോൾ ശരിയാണ്. ഇനി നിങ്ങൾ നെഗറ്റീവ് എന്തിട്ടോ എനിക്കൊരു കുഴപ്പമില്ല കേട്ടാ. നമുക്ക് നമ്മൾ അറിയുന്നിടത്തോളം കാലം എന്നൊക്കെ ഞാൻ പറയും, പക്ഷേ മനസ്സില്ലേ സമ്മതിക്കില്ല. അതാണ് ചില സമയത്ത് നമ്മളോട് ചിരിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളോട് ഒരു മുഖം അവർക്ക് വേറെ എന്തെങ്കിലും ടെൻഷനായിരിക്കും, നമ്മളോട് മിണ്ടാതിരിക്കുമ്പോൾ എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടാണോ മിണ്ടാതിരിക്കുന്നത്, അവരെന്തെൻ്റെ അടുത്ത് മിണ്ടാത്തത്, അങ്ങനെ എനിക്ക് തോന്നിപ്പോവാണ്, ഓട്ടോമാറ്റിക്കായിട്ട് തോന്നിപ്പോവാണ് കേട്ടോ. അപ്പോൾ പിന്നെ പറഞ്ഞതിൽ കാര്യമില്ല. എന്തായാലും ഞാൻ മാറും. എന്നെ ഒരു അനിയത്തി വിളിച്ച് കുറേ നേരം ഉപദേശിച്ച് തന്നു കേട്ടോ. കാരണം എന്നെക്കാട്ടിലും ഒരു 5 വയസ്സ് വ്യത്യാസമുണ്ട്. എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് സത്യം പറയച്ചല്ലേ രോമാഞ്ചം വന്നു പറഞ്ഞില്ലേ ഏട്ടാ. കാരണങ്ങൾ ശരിയല്ലേ അല്ലേ? അവർ ഇനി ഇവിടേക്ക് ഈ പച്ച നെറ്റില്ലേ, പച്ച തുണിയില്ലേ, ഇത് ബെടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ റെഡിയായി. ഭഗവാനെ ഗുരുവായൂരപ്പ നമ്മുടെ ഫംഗ്ഷൻ കഴിയണ വരെ ഈ ഒരു ഇതിൽ നിൽക്കണേ ഭഗവാനെ അല്ലേ? ലേസം കുട്ടിയേട്ടാ ഇവിടെ ഫംഗ്ഷൻ കഴിയണ വരെ ഈ ഒരു ലെവലിൽ നിൽക്കണേ ഭഗവാനേന്ന്. ദിവസമുണ്ട് ഇതൊക്കെ വൃത്തിയിടാക്കാനുള്ള സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കൂടെ തെക്കോടൊക്കെ ഓടണതല്ലേ ലോന്നാ. ഇന്നത്തോടെ നമ്മുടെ പെയിന്റിങ്ങിന്റെ പണി അവസാന ഘട്ടത്തിലായില്ലേ? കൊടിയിറങ്ങി നാളെ പൂരാണ്. കൊടി ഏറിയാലല്ലേ ആവശ്യത്തിലുള്ള ബക്കറ്റുകളായില്ലേ അതാ അതിനെ പറയണതേ. ഇനി ബക്കറ്റ് വാങ്ങേണ്ട ആവശ്യമില്ലാന്ന്, ബക്കറ്റ് ഉണ്ടെന്ന് പറയണേ. ഇതാണ്ടോ ഇത്, പക്ഷെ വൃത്തിയാക്കാൻ കുറച്ച് പണിയാട്ടോ. ഒഴിവുള്ളതിന് വെള്ളം നിറച്ച് വെക്കാല്ലേ? വെള്ളം നിറച്ച് വെച്ചാൽ മതി. അതെ അല്ലേ വിനോദേ, പച്ചയോടെ പറ്റില്ലേ? കത്തി എടുത്താലോ? എടുത്തു. ഇവിടെ അവിടെ ഉണ്ടോ? ഇതോ ഇതിലെന്തള്ളത്? ഇതില് അയിലോ ബക്കറ്റിന് വേണ്ടി പെയിന്റ് കളയരുത് കേട്ടോ. ബക്കറ്റിന് വേണ്ടി പെയിന്റ് കളയരുത് അറിയാം.
അല്ലേ ഈ ബക്കറ്റിന്റെ അടപ്പില്ലേ എന്താ കുഞ്ഞോ ഇതും കൂടി ശരിയാക്കി അടപ്പും കൂടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ യാത്രയാവാണ് അങ്ങനെ യാത്രയാവുകയാണ് പറയാ. ഇവര് കൊറേ കാലായില്ലേ യാത്രയാവുകയാണെന്ന് വിനോദേ. ചൂടോടെ ഒരു വീഡിയോ എടുത്തോളി. എടുക്കണം അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ തന്നെ എടുക്കും. ചളിയാക്കണതിന് മുന്നേ നാളെ തന്നെ എടുക്കണം. നമുക്കെന്തായാലും പണി തുടങ്ങുമ്പോഴുള്ള പണിക്കാർ വരുന്ന എടുക്കാനേ പറ്റിയില്ല. പണി കഴിഞ്ഞ് പോണ പണിക്കാർ വരുന്ന അതെങ്കിലും എടുക്കാനോ അല്ലേ? പണിക്കാർ വന്ന് തുടങ്ങണം, വീട് പണി തുടങ്ങണത് അങ്ങനെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എപ്പോ തുടങ്ങിയതാണെന്നറിയോ? വീട് പണി കഴിഞ്ഞ് പണിക്കാർ പോവാന്ന് എടുക്കാൻ പറ്റില്ല. കർക്കിടക മാസത്തില് തുടങ്ങിയതാ അല്ലേ? മിഥുനം കർക്കിടകത്തില് തുടങ്ങിയതാ. ജൂലൈ അല്ലേ? പാല് കാച്ചണെന്ന് പറഞ്ഞിട്ട് ഗ്യാപ്പ് കുറച്ച് തന്നു. അല്ല നല്ല ഇടവിട്ട് നല്ല ഗ്യാപ്പുകൾ ഇടവിട്ട് എന്നാലും ഒരു 3-4 മാസം അല്ലേ വിനോദേ? എന്തായാലും വീട് കൊട്ടാരായില്ലേ? എന്താ നമ്മുടെ പണി കഴിഞ്ഞ് ലാസ്റ്റ് വീടിന്റെ പണി തീർത്ത് പണിക്കാർ പോവാണ്. എന്തായാലും ഇനി ഒരു ദിവസത്തെ പണിയുണ്ട് കേട്ടോ. ഒരു ദിവസത്തെ ഇവിടെ ഉണ്ട്, അവിടെ ഇല്ല. അവിടുത്തെ അങ്ങനെ കൂട്ടാൻ പറ്റില്ല, അവിടുത്തെ പണി തീർന്നു. അവിടെ നിന്നിട്ട് നല്ല വൃത്തിയാക്കി പോയിട്ട് അവർക്കും ഒരു ഇടങ്ങാറ് എന്താ വെച്ചാല് നമ്മൾ ഇത്രയും ദിവസം നമ്മുടെ വീട്ടിൽ അവര് രാത്രി അവിടെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ വീട്ടിലത്തെ ഒരാൾക്കാരുടെ പോലെ. പിന്നെ കുഞ്ഞും വിനോദൊക്കെ നമ്മുടെ അനിയന്മാർ തന്നെ കേട്ടോ. അസംകുട്ടിയാണ് പിന്നെ അനിയൻ്റെ കൂട്ടുകാരനാണ്. അസംകുട്ടി യൂസംകുട്ടി അല്ലേ? ഇവരൊക്കെ കളിക്കൂട്ടുകാരാണ്. എന്തായാലും ഏട്ടന് ഭയങ്കര ഇഷ്ടമായിരിക്കണം കേട്ടോ. ഏട്ടൻ ആഗ്രഹിച്ച രീതിയിൽ, ഏട്ടന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഏട്ടൻ്റെ വീടായി. അതാവണോ? കാരണം നമ്മൾ 6 കൊല്ലമാണ് അതിനു വേണ്ടി കാത്തിരുന്നത്. അപ്പൊ 6 വർഷം നമ്മൾ കാത്തിരുന്നത് അതിലൊരു ഹോംവർക്ക് ചെയ്തിട്ട് അതിങ്ങനെയൊക്കെ ആക്കി എടുക്കുമ്പോൾ അത് നമുക്ക് മനസ്സിന് പിടിച്ചത് ആയി കിട്ടുന്ന കാര്യം മനസ്സിന് പിടിച്ച പോലെ പണിക്കാർ വരണം. ആവുമ്പോഴേ ചെയ്യുന്നതല്ലേ? പിന്നെന്താ അതന്നെ പറയുന്നത്. യൂട്യൂബ് വരുമാനം കിട്ടിയിട്ടല്ലേ നിങ്ങളുടെ വീട് പണി. നമ്മുടെ വീട് പണി യൂട്യൂബ് വരുമാനം കിട്ടുന്നതിൻ്റെ മുമ്പേ നമ്മൾ 2020 നമ്മുടെ വീട് വാർത്തു. നമ്മൾ ആ സമയത്തൊന്നും വീഡിയോ ഇട്ടിരുന്നില്ല അല്ലമ്മ? ചാനലേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു 2018. പക്ഷെ അത് ഇന്റീരിയലിന്റെ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മുടെ ഈ ഫാമിലി വ്ളോഗായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളു തേപ്പ് കഴിഞ്ഞിരുന്നു, പുറം തേപ്പാണ് വഴുകിയത്. അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ? അതിന്റെ മുമ്പ് തന്നെ നമ്മൾ ഇതിക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ എന്തായാലും വീടിന്റെ പണികൾ ചെയ്തിരുന്നു. ഏട്ടനെന്നൊക്കെ അറിയാം ഈ സന്തോഷം കൊണ്ട്. എന്തായാലും കാരണം ഇങ്ങനെ ദിവസം രാവിലെ കയറുമ്പോൾ അവരോടെ പണി ഉണ്ടാവും. അവർക്ക് വേണ്ടി കുറെ അങ്ങോട്ട് ഓടുക. അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് നിന്നിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതും കൂടി കാണിച്ചു. എന്താ ഇനി നമുക്ക് കുറച്ച് മെറ്റല്, പാറപ്പൊടി, അതൊക്കെ ഈ പണി വീട് പണിയില്ല, അതിന് ഫംഗ്ഷനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. വീട് പണി ഇന്നത്തെ തീർന്നു. നമുക്ക് നാളെ ഈ വീടിന്റെ ഹോം ടൂർ ചെയ്യാം, മറ്റന്നാൾ വീടിന്റെ ഹോം ടൂർ ചെയ്യാം അല്ലേ? ചെയ്യാട്ടോ. അപ്പോഴേ എന്താ വെച്ചാൽ ഇന്നും നാളെയും കൂടിയും ഒരുക്കി വെക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അടുക്കള സെറ്റാക്കി, നമ്മുടെ റൂം സെറ്റാക്കി, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനി നമ്മൾ ജനൽപ്പൊളി അടിച്ചിട്ടില്ല, പാളികളല്ല കമ്പികൾ. അപ്പോൾ അത് അടിക്കാണ്ട്, പിന്നെ ഈ ഒരു ഭാഗം കൂടി അടിക്കാണ്ട് കേട്ടോ. അതിനൊരു ദിവസം അവർ വരും. ഒരു ദിവസത്തെ അവർക്ക് പണിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താ ഇത് കുറച്ച് നേരത്തെ പണിയുള്ളൂ, കമ്പി അടിക്കലും. അത് ഫംഗ്ഷൻ്റെ ഒരു 2 ദിവസം മുമ്പ് വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാതിരുന്നൊക്കെയാണ്. സത്യം പറയാച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സന്തോഷമായി ചേട്ടാ ഈ കളറ്. അമ്മയ്ക്ക് സന്തോഷമായോ? കല്യാണത്തിന് കൂടി ഇത്ര ഈ രീതിക്ക് അന്ന് പെയിന്റ് അടിച്ചിട്ടില്ല. കാരണം അന്ന് ഫ്രണ്ട് കാണുന്ന ഭാഗങ്ങളും ഒക്കെയാണ് അന്നും ചെയ്തിട്ടുള്ളത്. ഒരു കുറവും വരരുത്. അതെ, പാണ്ടപ്പണി ഇതാണ്. അപ്പോൾ എന്താ എല്ലാവർക്കും സന്തോഷമായില്ലേ അല്ലമ്മ? ഇനി ഇവിടെയും കൂടി ഞങ്ങൾ മാറ്റും. അതെന്താ വെച്ചാൽ മാറ്റണം. കണ്ടോ ഈ പുക മുഴുവൻ ഇങ്ങോട്ടാണ് പോണത്. അപ്പോൾ ഇത് അഴിച്ചു കഴിഞ്ഞു വെച്ചിട്ട് നമ്മളിനി അഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കെട്ടാട്ടോ. അതുവരെ എങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. എന്തായാലും ഉള്ളിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണില്ല. അപ്പോൾ ഉള്ളിലൊക്കെ നല്ല സെറ്റപ്പായില്ലേ? വിജയമ്മ കണ്ടിട്ട് പറയാണ് പ്രസിഡന്റ് ഉള്ളിലത്തെ കരിയൊക്കെ പോയേക്ക് കരിയടുപ്പായിരുന്നു ഇഷ്ടം. എന്താ ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കാത്തിരുന്നത്.
ഇതെന്തായാലും നന്നായില്ലേ. എല്ലാവരുടെയും പ്രാർത്ഥന പിന്നെ നമ്മൾ പറയുകയാണ് എന്താ, എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും അതേപോലെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. നമ്മൾ കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് വരും കേട്ടോ. എൻ്റെ കുട്ടി കാട്ടു നോക്കിയൊക്കെ അവിടെ വലിക്കുന്നത്, ഇവൻ നാളെ ഇതേപോലെ വലിച്ചിട്ട് അവൻ്റെ തൊണ്ടും ചെറിയൊക്കെ പോയതാ. നോക്ക് സുകന്യേ, എൻ്റെ പുത്ര എന്താ നീ, അയ്യോടാ പാപി മകനേ. എന്താണ് കൊട നേരേക്ക് തന്നു. അയ്യോ, അതിന്റെ മേലെ കുട കയറ്റി വെച്ച് തവണ കൂടിയിട്ടില്ല. കണ്ടോ നല്ലൊരു കുട. നിങ്ങൾ പോവാത്തതിന്റെ ദേഷ്യം കാട്ടിയതാണ്. കണ്ടോ നന്നായി. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അവനോട് കൊടുത്തോ, വാങ്ങണില്ല. ഞാനും വേണ്ട. അപ്പോഴേ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാ അല്ലേ. എൻ്റെ പപ്പൂനെ ഒന്ന് പുറത്ത് കൊണ്ടുപോകട്ടാ, ഒന്ന് കൊണ്ടുപോ കുട്ടീനെ.